നമസ്കാരം. 9 മണി വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്തകളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ നിമിഷം വരെയുള്ള വാർത്തകളിലേക്ക് ആദ്യം ഒന്ന് കണ്ണോടിക്കാം. ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചലിന്റെ കൊലപാതകത്തിന് പിന്നിൽ ദുരൂഹത. വീട്ടിലെ ഭിത്തിയിൽ ഏഞ്ചൽ എഴുതിയ വാചകത്തിൽ സംശയം. സാത്താൻ സേവാ സംശയവും പരിശോധിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി സന്ദർശിച്ചേക്കും. ധനസഹായം സംബന്ധിച്ച കളക്ടറുടെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. അന്തിമ തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. വീണ ജോർജിനെതിരായ പ്രതിഷേധം ഇന്നും തുടരും. ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് തിരിച്ചു. യാത്ര ദുബായ് വഴി. 10 ദിവസം ഹൂസ്റ്റണിലെ മയോ ക്ലിനിക്കിൽ ചികിത്സ. പകരം ചുമതല ആർക്കും നൽകാതെയാണ് യാത്ര. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കാണാൻ ഹൈക്കോടതി. ജസ്റ്റിസ് എൻ നഗരേശനായി പാലാരിവട്ടത്തെ സ്റ്റുഡിയോയിൽ ഇന്ന് പ്രത്യേക പ്രദർശനം. ഹർജികൾ ചൊവ്വാഴ്ച പരിഗണിക്കും. കോടതിയിൽ പ്രതീക്ഷ വെച്ച് അണിയറ പ്രവർത്തകർ. നിപ ജാഗ്രതയിൽ സംസ്ഥാനം. മലപ്പുറത്തെ 20 വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി. സമ്പർക്ക പട്ടികയിൽ ആകെ 345 പേർ. പുനെ വൈറോളജി ലാബിലെ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. തിരുവനന്തപുരത്ത് വിദേശ വനിതയുടെ ആഡംബര വീടും വസ്തുവും തട്ടിയെടുത്ത കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് സംശയം. വ്യാജരേഖകൾ നിർമ്മിച്ചവരെ കണ്ടെത്താൻ പരിശോധന. കൂടുതൽ പേർ പിടിയിലാകുമെന്ന് പോലീസ്. വാൻഹായ് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. കപ്പലിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച കണ്ടെയ്നർ ഉണ്ടെന്ന് സംശയം. കപ്പലിൽ ഉള്ളത് 2500 ടണ്ണിലധികം എണ്ണ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർജന്റീനയിൽ ബ്യൂണസ് ആഴ്സേണിൽ എത്തി. പ്രധാനമന്ത്രിക്ക് ഗംഭീര വരവേൽപ്പ് നൽകി. അർജന്റീന പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധം, കൃഷി ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ചർച്ചയാകും. മോദി അർജന്റീനയിൽ എത്തുന്നത് 7 വർഷങ്ങൾക്ക് ശേഷം. ബിജെപിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതാ നേതാവിനെ പരിഗണിക്കുന്നു. പ്രഥമ പരിഗണന ധനമന്ത്രി നിർമ്മല സീതാരാമന്. പുരന്തേശ്വരി, വനതി ശ്രീനിവാസൻ എന്നിവരും പരിഗണനയിൽ. JP നദ്ദയെയും ജനറൽ സെക്രട്ടറി BL സന്തോഷിനെയും കണ്ട് നിർമ്മല. മൂന്നാർ മാട്ടുപ്പെട്ടി ടൗണിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച് കാട്ടാന പടയപ്പ. ടൗണിലേക്ക് ആന എത്തിയത് ഇന്നലെ രാത്രി. ആളുകൾ ബഹളം വെച്ചതോടെ ആന കാട് കയറി. പാലക്കാട് പുതുപ്പരിയാരത്തും കാട്ടാന. പുളിയംപുള്ളി സ്വദേശി ലിബിന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. കാട്ടാനയെ പടക്കം പൊട്ടിച്ച് തുരത്താൻ ശ്രമം. ഗാസയിൽ ഉടൻ സമാധാനം പുലരുമെന്ന് സൂചന. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിന് തയ്യാറെന്ന് ഹമാസ്. ഹമാസിന്റെ പ്രതികരണം 24 മണിക്കൂറിനുള്ളിൽ നിലപാട് വ്യക്തമാക്കണമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ. ബർമിംഗ്ഹാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മേൽക്കൈ. ഒന്നാം ഇന്നിംഗ്സിൽ 180 റൺസ് ലീഡ്. 4ാം ദിനം ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിക്കുക. 1 വിക്കറ്റിന് 64 റൺസ് എന്ന നിലയിൽ. ഇപ്പോൾ നമ്മൾ വാർത്തകളിലേക്ക് വിശദമായി കടക്കുകയാണ്. ആദ്യം പോകുന്നത് ആലപ്പുഴ ഓമനപ്പുഴയിൽ നടന്ന കൊലപാതകത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ്. അന്വേഷണ സംഘം ചില സംശയങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചലിന്റെ കൊലപാതകത്തിൽ ദുരൂഹതയേറുന്നു. ഏഞ്ചലിന്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയ ഒരു വാക്യമാണ് സംശയം ബലപ്പെടുത്തുന്നത്. പരമ്പരാഗത ദൈവവിശ്വാസത്തിന് എതിരായ സാത്താൻ സേവ പോലെയുള്ള ഏതെങ്കിലും ആചാരങ്ങൾ പിന്തുടർന്ന ആളായിരുന്നോ ഏഞ്ചൽ എന്നും പരിശോധിക്കുന്നുണ്ട്. വീട്ടുകാരെ ആക്രമിച്ച ശേഷം ബൈബിൾ വലിച്ചെറിയാൻ എടുത്തപ്പോഴാണ് ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതെന്നാണ് മാതാപിതാക്കൾ നൽകിയ മൊഴി. മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ, ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം, ആത്യന്തിക മുക്തി,
പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത്. എന്തിനാവും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ എഴുതിയത്? ഏതുതരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാചകം? സംശയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. സാത്താൻ സേവയോ സമാനമായതോ ആയ പൊതുധാരാവിരുദ്ധമായ രഹസ്യ വിശ്വാസാചാരങ്ങളുടെ ഭാഗമാണോ ഈ വാചകമെന്നതാണ് സംശയം. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അത് ഉപേക്ഷിച്ചതും മതഗ്രന്ഥം വലിച്ചെറിഞ്ഞതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. രാത്രി യാത്രയ്ക്കപ്പുറം കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടാവാമെന്ന നിഗമനമാണ് ഈ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്നാൽ ഇതാണ് കാരണമെന്ന ഉറപ്പിക്കാനുള്ള മറ്റു തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൂടുതലായി ലഭ്യമായിട്ടുമില്ല. വിശ്വാസ സംബന്ധമായി യാഥാസ്ഥിതിക കുടുംബമായിരുന്നു ജോസ്മോന്റെയും ജെസ്സിയുടെയും. പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മാതാപിതാക്കൾക്കും മകൾക്കുമിടയിൽ അകലമുണ്ടാക്കി. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ കൊലപാതക ദിവസവും രാത്രി പുറത്തുപോയി. 11 മണിയോടെ മടങ്ങിയെത്തിയപ്പോൾ പിതാവ് വൈകിയതിനെ ചോദ്യം ചെയ്തു. അടുത്തിരുന്ന വെള്ളവും കുപ്പിയും എടുത്ത് പിതാവിനെ എറിഞ്ഞു. ജോസ്മോൻ രോഷകുലനായി കയറി പിടിച്ചപ്പോൾ അമ്മയെയും മുത്തശ്ശനെയും ആഞ്ഞു ചവിട്ടി. ബൈബിൾ വലിച്ചെറിയാനായി എടുത്തതോടെ ജോസ്മോൻ കഴുത്തിൽ പിടിമുറുക്കി. അമ്മ പിന്നിൽ നിന്ന് ഏഞ്ചലിന്റെ കൈ ബലമായി പിടിച്ചു. ബോധരഹിതയായി വീണ അവളെ ജോസ്മോൻ വീണ്ടും തോർത്തുപയോഗിച്ച് കഴുത്തു ഞെരിച്ച് മരണമുറപ്പാക്കി. വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനൊരു ആണ് അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കി തിരുവസ്ത്രം അണിഞ്ഞെത്തിയ ഏഞ്ചലിനെ കണ്ട ഓർമ്മ അയൽവാസിയായ സ്ത്രീ പങ്കുവച്ചിരുന്നു. ഏഞ്ചലിന് സ്തുതി നൽകിയപ്പോൾ തങ്ങളെ ഒന്ന് നോക്കിയത് പോലുമില്ല. മുഖം ദേഷ്യഭാവത്തിലായിരുന്നു. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ചതായാണ് അറിഞ്ഞതെന്നും അവർ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഏഞ്ചലിന്റെ സ്വഭാവം മാറുമായിരുന്നുവെന്ന് ഭർത്താവും മൊഴി നൽകിയിട്ടുണ്ട്. വളരെയധികം ദേഷ്യം എല്ലാവരോടും വെച്ചു പുലർത്തി. കുടുംബാംഗങ്ങളോടൊഴികെ നാട്ടുകാരോട് വളരെ സൗമ്യമായ ഇടപെടൽ. ചൊവ്വാഴ്ച ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ രാത്രി 11 വരെ പിന്നീട് എവിടെയായിരുന്നു? ഒറ്റക്കുള്ള സഞ്ചാരങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളുമൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യങ്ങളായി ഉയർന്നു നിൽക്കുന്നു. താമസിച്ചു വന്നതുകൊണ്ട് മാത്രം ഒരു മകളെ ആരെങ്കിലും കൊലപ്പെടുത്തുമോ? മാതാപിതാക്കൾ രണ്ടുപേരും അവൾ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് ഒരുപോലെ ആഗ്രഹിക്കുമോ? അതിനുള്ള ഉത്തരം ഒളിഞ്ഞുകിടക്കുന്നത് ഏഞ്ചൽ രാത്രികാലങ്ങളിൽ സഞ്ചരിച്ച ആ വഴികളിൽ എവിടെയോ ആണ്. ഒപ്പം വീടിന്റെ ചുവരിൽ എഴുതി വെച്ചിരിക്കുന്ന ആ വാചകങ്ങളിലും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഏറെ ഞെട്ടിപ്പിച്ചൊരു കൊലപാതകമാണ്. അതിലെ ദുരൂഹതമായിരുന്നില്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കണ്ടെത്താൻ ഉണ്ട് എന്നതാണ് സാഹചര്യം. ഇതിൽ ചില ദുരാചാരങ്ങൾ ഫോളോ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നോ ഏഞ്ചൽ? അത് കൊലപാതകത്തിലേക്ക് നയിച്ചോ? അതാണോ മാതാപിതാക്കൾക്ക് വിരോധമുണ്ടാക്കിയത്? തുടങ്ങിയ ചില സംശയങ്ങൾ പോലീസിന് ഈ ഘട്ടത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് 28-കാരിയായ ഏഞ്ചൽ ജാസ്മിൻ എന്ന യുവതിയുടെ മരണം. ഏഞ്ചലിനെ കൊലപ്പെടുത്തിയത് പിതാവാണ് എന്നുള്ളതായിരുന്നു അതിൽ വളരെ ഞെട്ടിക്കുന്ന ഒന്ന്. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യഘട്ടത്തിൽ നൽകിയ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഏഞ്ചൽ പതിവായി രാത്രികാലങ്ങളിൽ താമസിച്ചു വരുന്നു എന്നുള്ളതാണ്. അത് പിതാവിൽ പ്രകോപനമുണ്ടാക്കുകയും കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ള വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത്. എന്നാൽ അന്വേഷണ സംഘത്തിന് മറ്റ് ചില സംശയങ്ങളിലേക്കും ഈ കേസ് ഇപ്പോൾ നീങ്ങുന്നു എന്നുള്ളതാണ്. നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് വളരെ പ്രസക്തം. അതായത് വൈകി വന്നു എന്ന ഒറ്റ കാരണത്താൽ ഒരു മകളെ ആരെങ്കിലും കൊലപ്പെടുത്തുമോ? അല്ലെങ്കിൽ ഈ മാതാപിതാക്കൾ നൽകിയ മൊഴി പ്രകാരം ഏഞ്ചൽ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് അവർ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള മൊഴിയാണ് അവർ നൽകിയിട്ടുള്ളത്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നൊരു അവസ്ഥ ഈ വൈകി വന്നത് മാത്രമാണോ എന്നുള്ള ചിന്ത
എല്ലാവരിലും ചോദ്യചിഹ്നമായി തന്നെ നിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റു ചില ദുരൂഹതകൾ കൂടി ഈ കേസിനകത്ത് ഉണ്ട് എന്നുള്ളത് ആണ് വ്യക്തമാകുന്നത്. അതായത് ഏഞ്ചലുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളിൽ ചില അസ്വാഭാവികതകൾ ഈ കേസിനകത്ത് ഉണ്ട് എന്ന് പറയാൻ കഴിയും. അതിലൊന്ന്, ഏഞ്ചലിന്റെ വീട് കടുത്ത മതവിശ്വാസികളായ അച്ഛനും അമ്മയും, അവർ ക്രിസ്തീയ മതവിശ്വാസികളാണ്. വളരെയധികം ആരാധനാലയങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കുന്നവരും അതിന്റെ സജീവമായി രംഗത്തുള്ളവരും ഒപ്പം തന്നെ ആ വിശ്വാസധാര പിന്തുടരുന്നവരുമാണ്. എന്നാൽ ആ വീടിനകത്ത് ഈ വിശ്വാസത്തെ സംബന്ധിച്ച ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളത് നമുക്ക് പോലീസിന് ഈ രക്ഷകർത്താവ് നൽകിയ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ആ കൊലപാതകം നടന്ന ദിവസം രാത്രി ആ വീട്ടിൽ സംഭവിച്ചതും അത്തരം ചില കാര്യങ്ങളാണ്. ജോലി കഴിഞ്ഞ് സന്ധ്യയോടെ മടങ്ങിയെത്തിയ ഏഞ്ചൽ വീണ്ടും പുറത്തേക്ക് പോയി. രാത്രി 11 മണിയോടുകൂടി ഏഞ്ചൽ വരുന്ന ഘട്ടത്തിൽ വീടിന്റെ സ്വീകരണ മുറിയിൽ വെച്ചാണ് തർക്കമുണ്ടാകുന്നത്. ആ തർക്കത്തെ തുടർന്ന് ഏഞ്ചൽ വളരെ പ്രകോപനകരമായി പെരുമാറുകയും അവിടെ ഉണ്ടായിരുന്ന വെള്ളം നിറച്ചൊരു ബോട്ടിൽ എടുത്ത് അച്ഛനെ എറിയുകയുമാണ് ചെയ്തത്. തുടർന്ന് അച്ഛൻ ഏഞ്ചലിനോട് ദേഷ്യപ്പെട്ട് പെരുമാറിയ ഘട്ടത്തിൽ ഏഞ്ചൽ അടുത്തതായി ചെയ്തത് ബൈബിൾ എടുത്ത് അവിടെ ആ വീടിന്റെ സ്വീകരണ മുറിയിൽ വെച്ചിരിക്കുന്ന ആ ബൈബിൾ എടുത്ത് വലിച്ചെറിയാനുള്ള ശ്രമം ഏഞ്ചലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് അത്തരം ഒരു പ്രകോപനത്തിലേക്ക് അതെത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒപ്പം തന്നെ ആ ബൈബിൾ എടുത്ത് എറിയുന്ന ഘട്ടത്തിലാണ് ജോസ്മോൻ ഏഞ്ചലിനെ കയറി കടന്നു പിടിക്കുന്നതും പിടിവലി ഉണ്ടാകുന്നതും ഒപ്പം കഴുത്ത് ഞെരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ ഏഞ്ചൽ അമ്മയെയും മുത്തശ്ശനെയും ആഞ്ഞു ചവിട്ടുകയും ചെയ്തു. തുടർന്ന് അമ്മയാണ് ഏഞ്ചലിന്റെ കൈ പിന്നിൽ നിന്ന് പിടിച്ചു കെട്ടുകയും ജോസ്മോൻ കഴുത്ത് ഞെരിക്കുകയും ചെയ്തത്. ബോധരഹിതയായി വീണ ഏഞ്ചലിനെ പിന്നീട് തോർത്തുപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു പിതാവ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഒപ്പം തന്നെ ബൈബിൾ എടുത്ത് വലിച്ചെറിയാൻ ശ്രമിച്ചതടക്കമുള്ള കാര്യങ്ങൾ തങ്ങൾ പ്രകോപനമുണ്ടാക്കുകയും അത് കൊലയിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ള ഒരു മൊഴി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ വീട്ടിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അച്ഛന്റെയും അമ്മയുടെയും മതവിശ്വാസത്തെ എതിർക്കുന്ന രീതിയിൽ ഒരു ഇടപെടൽ ഏഞ്ചലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ ഏഞ്ചൽ എപ്പോഴും ആ വീടിനകത്തും ഒപ്പം തന്നെ ഭർതൃഗൃഹത്തിലും ഭർത്താവിനോടുമാണ് ഇത്രയധികം വ്യത്യസ്തമായ രീതിയിൽ ദുരൂഹതയുള്ള രീതിയിൽ പെരുമാറിയിട്ടുള്ളത്. പുറത്തേക്ക് വളരെ സൗമ്യമായ പെരുമാറ്റമായിരുന്നു എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ചർച്ചയിലേക്ക് നയിക്കുന്ന ഒന്ന് ഏഞ്ചലിന്റെ വീടിന്റെ ഭിത്തിയിൽ ഏഞ്ചൽ തന്നെ എഴുതിയ ചില വരികളാണ്. അതായത് മോക്ഷ, ഒപ്പം തന്നെ ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത് എന്നാണ്, ഒപ്പം തന്നെ സാൽവേഷൻ എന്നും എഴുതിയിട്ടുണ്ട്. അത്തരത്തിൽ ചില സാധാരണ വിശ്വാസധാരകളിൽ നിന്ന് മാറി ഒരു ചിന്താഗതി ഏഞ്ചൽ വെച്ച് പുലർത്തിയിരുന്നോ എന്നുള്ള സംശയവും അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ബ്ലാക്ക് മാജിക് പോലെയുള്ള അല്ലെങ്കിൽ സാത്താൻ സേവ പോലെയുള്ള എന്തെങ്കിലും ഒരു ബന്ധങ്ങൾ ഈ കേസിനുണ്ടോ എന്നുള്ളത് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അവർ പൊതുധാരയിലുള്ള ഒരു വിശ്വാസത്തിന് വിരുദ്ധമായി ഉള്ള ഒരു ഇടപെടൽ ഏഞ്ചലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആ വീട്ടുകാർ വ്യക്തമാക്കുന്നു. ഭർത്താവ് നൽകിയ മൊഴി പ്രകാരം ഏഞ്ചൽ പലപ്പോഴും പല രീതിയിലാണ് പെരുമാറുന്നത്. പല കാര്യങ്ങൾ ചോദിച്ചാൽ അങ്ങേയറ്റം പ്രകോപനകരമായി ഇടപെടും. എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണവും അയാൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ഇവർ ഒരുമിച്ച് സഞ്ചരിച്ച ഘട്ടത്തിൽ കാറിനുള്ളിൽ ഇരുന്ന് ഏഞ്ചൽ പുറത്തേക്ക് കടക്കുമ്പോൾ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ആ ഡോറ് കൊള്ളുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് താൻ അപ്പോൾ ഒന്നും പ്രതികരിക്കാൻ പോയില്ല. ഏഞ്ചൽ ആ സമയത്ത് എങ്ങനെ തന്നോട് പ്രതികരിക്കും എന്ന് തനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ വീട്ടിലെത്തിയ ഘട്ടത്തിൽ സൗമ്യമായി ഏഞ്ചലിനോട് അത് സൂക്ഷിച്ച് അത് കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഏഞ്ചൽ പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യും, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള ഒരു പ്രതികരണം തന്നെ അത്തരത്തിൽ ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയാലും തനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ ആ സ്നേഹത്തോടു കൂടി കഴിയുന്ന ആ സമയത്ത് തന്നെ ആ രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പല രീതിയിൽ നിഗൂഢമായ രീതിയിൽ ഈ പെൺകുട്ടി പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കന്യാസ്ത്രീയാകുന്നതിനായി സ്വന്തം ഇഷ്ടപ്രകാരം പോയ ഒരാളാണ്. തിരികെ ആ ഒരു തിരുവസ്ത്രം സ്വീകരിച്ച് വന്ന ദിവസങ്ങൾക്കുള്ളിൽ അത് ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്കും അവർ എത്തി എന്നുള്ളതാണ്. അന്ന് ഈ കന്യാസ്ത്രീ പട്ടം നേടിയതിനു ശേഷം ഏഞ്ചലിനെ കാണാനായി എത്തിയ അയൽവാസികൾ ഒരാൾ നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത്, സ്തുതി നൽകുന്നതിനായി ചെന്നപ്പോൾ അവർ അങ്ങനെ സ്തുതി നൽകിയപ്പോൾ ഏഞ്ചൽ അവരോട് മുഖത്ത് പോലും നോക്കിയില്ല.
വളരെ ദേഷ്യമായിരുന്നു. ഒപ്പം തന്നെ ആ ഏഞ്ചൽ വളരെ അതൃപ്തിയായിരുന്നു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളും അയൽവാസികളും നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ചില ദുരൂഹതകൾ ഈ കേസിലുണ്ട്. സാധാരണഗതിയിൽ തീർച്ചയായും ശരണ്യയിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, നമസ്കാരം. ഇപ്പോൾ ഈ കേസ് താങ്കൾ വളരെ കൃത്യതയോടുകൂടി വിലയിരുത്തി കാണും, നിരീക്ഷിച്ച് കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലിപ്പോൾ ചില ദുരൂഹതകൾ ഇനിയും ബാക്കിയാണ്. തുടക്കം മുതൽ അതുണ്ടായിരുന്നു. കാരണം സ്വന്തം അച്ഛനും അമ്മയും വൈകി വന്നതിന്റെ പേരിൽ മാത്രം സ്വന്തം മകളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുമോ എന്നുള്ള ചോദ്യം ഏതൊരു സാധാരണക്കാരനും അവശേഷിച്ചതാണ്. പക്ഷെ അതല്ല, അതിനപ്പുറമുള്ള ചില കാരണങ്ങളുണ്ട് എന്നതിന്റെ സംശയങ്ങൾ ഇപ്പോൾ വരികയാണ്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഏഞ്ചൽ ഇത്തരത്തിൽ വീടിന്റെ ഭിത്തിയിൽ എഴുതി വെച്ച ഒരു വാക്യമാണ്. അതിനപ്പുറം ഇപ്പോൾ മാതാപിതാക്കൾ തന്നെ പറയുന്നുണ്ട്, ബൈബിൾ വലിച്ചെറിയുന്നു, തിരുവസ്ത്രം ഉപേക്ഷിച്ചു, അതിനുശേഷം അസ്വാഭാവികമായ ചില സ്വഭാവ സവിശേഷതകൾ, അനാവശ്യമായ ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നതൊക്കെ. അതൊക്കെ ചെന്നെത്തിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് മാത്രം ഈ ദുരാചാരപരമായിട്ടുള്ള അല്ലെങ്കിൽ ചില ദുരാചാരങ്ങൾ ഏഞ്ചൽ പിന്തുടർന്നോ എന്നൊരു സംശയം നിലനിൽക്കുകയാണ്. ഈ കേസ്, ഈ ഓമനപ്പുഴയിലെ ഈ നിഗൂഢമായ ഈ കൊലപാതകം എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം എന്തുകൊണ്ട് ആ അച്ഛനും അമ്മയും ആ കൊലപാതകം ചെയ്തു എന്നതിന് പൂർണ്ണമായ ഉത്തരമില്ലല്ലോ ഈ ഘട്ടത്തിൽ. താങ്കൾക്ക് എങ്ങനെയാണ് ഈ കേസ് വിലയിരുത്തുമ്പോൾ, നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്? കാരണം അച്ഛനും അമ്മയും അതൊരു ക്രിസ്ത്യൻ കുടുംബമാണ്. അവര് പള്ളിയായിട്ടൊക്കെ അധികം ബന്ധപ്പെട്ട് പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും ഒക്കെ ഇരിക്കുന്ന ഒരു കുടുംബമാണ്. അങ്ങനെയാണ് ആ കുടുംബം വളർന്നു വന്നിരിക്കുന്നത്. ഒരു സാഹചര്യം അങ്ങനെയാണ്. അപ്പൊ ഒരു മകളെ സാധാരണ അത്ര രീതിയിൽ അഗാധമായി പള്ളിയിൽ വിശ്വാസവും ദൈവവിശ്വാസവും ഉള്ളവരുടെ മക്കളെയൊക്കെ മാതാപിതാക്കള് അവര് സന്യാസിയാകാനൊക്കെ അയക്കാൻ പതിവാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ. കാരണം പള്ളിയോടും ദൈവത്തിനോടും അടുത്തിരിക്കുന്ന ആൾക്കാർ മക്കളെ ഒരു സന്യാസിയാകണം അല്ലെങ്കിൽ ഒരു അച്ഛനാകണം, അതൊക്കെ അവരുടെ ആ മനസ്സിലുണ്ടാകുന്ന കാര്യം. അങ്ങനെയാണ് ഈ കുട്ടിയെ അവര് സന്യാസിയാകാൻ അയച്ചത്. പക്ഷെ അവിടെ നിന്ന് അവര് ചാടി വന്നു. ആ വീട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് അവർക്ക് അവമാനകരമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. അപ്പനും അമ്മയ്ക്കും വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഇവളോട് പൊതുവെ ഒരു വെറുപ്പുണ്ടാവും. മഠത്തിൽ നിന്ന് ചാടി വന്നതാണ്. അത് പള്ളിയിൽ പോകുമ്പോഴും തന്റെ ബന്ധുക്കളെ കാണുമ്പോഴും ഒക്കെ വളരെ മോശമായ രീതിയിൽ എല്ലാവരും പ്രതികരിക്കും. മഠം ചാടി വന്നവളാണ്. അങ്ങനെ ഒരു മാനസികമായ ഒരു പ്രശ്നം ആ പെൺകുട്ടിക്കുണ്ട്. അത് റിബലായിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ വീട്ടിലെ എല്ലാവരോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. പിന്നെ വീട്ടുകാർക്ക് ഈ കുട്ടിയോട് എതിർപ്പുണ്ട്. മടത്തിന് ചാടി വന്നത് അവർക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അത് രണ്ടാമത്, അവള് പറഞ്ഞാലനുസരിക്കുന്നില്ല, വളരെ തർക്കത്തിലും പറയും വീട്ടില്. അങ്ങനെയല്ല, ഒരു മഠത്തിൽ പോയി പ്രത്യേകിച്ച് 4-5 മാസം മഠത്തിലൊക്കെ നിന്ന ആൾക്കാരാകുമ്പോൾ വളരെ പക്വതയും എളിമയും, അതുപോലെ തന്നെ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ബഹുമാനത്തോടൊക്കെയാണ് സംസാരിക്കാറ്. മഠത്തിൽ നിന്ന് വന്നവർ പലരും അങ്ങനെയാണ്. അവരങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് മഠത്തില്. അപ്പൊ ആ എല്ലാ വിഷമതകളും അവർ ഉള്ളിൽ ഒതുക്കും. പക്ഷെ ഇവിടെ ഈ കുട്ടിക്ക് നേരെ റിബലാണ്. കാരണം വീട്ടുകാരോട് എതിർപ്പ്, സമൂഹത്തിനോട് എതിർപ്പ്, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. അത് അവർക്ക് ആ മാതാപിതാക്കൾ അംഗീകരിക്കാൻ പറ്റില്ല. അവര് ഈ കുട്ടിയെ കൊന്നാലും അത് ന്യായീകരിക്കും. കാരണം അങ്ങനെ ഒരു കുട്ടി അവർക്ക് വേണ്ട. നിങ്ങള് സമൂഹത്തിനോടും അവരോടും കുടുംബത്തിനോടൊക്കെ എതിർപ്പാണ്. അതുകൊണ്ടാണ് അവർ അത് തന്നെയല്ല. രാത്രിയിലെ വീട്ടിൽ ഒരു പെൺകുട്ടി ഇതുപോലെ നമ്മള് കുടുംബപരിതയൊക്കെ നോക്കുന്നവരും പള്ളിയിൽ പോകുന്നവരും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നവരും അല്ലെങ്കിൽ അതുപോലെ വിശ്വസിക്കുന്ന ആൾക്കാർ 6 മണിക്ക് ശേഷം കുട്ടികളെ, പെൺകുട്ടികളെ ആരും കുടുംബിനിയാണെങ്കിലും വെളിയിൽ, നമ്മുടെ കേരളത്തിൽ വെളിയിൽ പോകുന്നത് വീട്ടുകാർക്കും നാട്ടുകാർക്കും എതിർപ്പാണ്. അങ്ങനെയാണ് കുടുംബാന്തരീക്ഷം. ഈ കുട്ടി അത് വകവെക്കാതെ വീട്ടിൽ നിന്ന് രാത്രി 8-8:30 ശേഷം ആ ബൈക്കും 2 വീലറിൽ പോയി അവർക്ക് തോന്നുന്ന പോലെ വരുന്നെന്ന് പറയുമ്പം അത് വീട്ടുകാരത് അബദ്ധസഞ്ചാരമാണ് എന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. എന്തിനാ പോകുന്നത് നമുക്ക് ഇതുവരെ വ്യക്തതയില്ല. എവിടേക്കാണ് പോയതെന്നും അറിയത്തില്ല. അവരോട് പ്രതിഷേധം കാണിച്ച് ഈ സ്കൂട്ടർ എടുത്തില്ല അതിലേക്ക് അലഞ്ഞു നടന്നതാണോന്ന് നമുക്കറിയില്ല. പക്ഷെ ആ പോക്ക് എന്താണ്, എങ്ങോട്ടാണ് പോയി, ആരെ കണ്ടു എന്നുള്ള വിവരം അത് വളരെ ആ വീട്ടുകാർക്ക് വളരെ മോശമായി. ഇവിടെ നശിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് മനസ്സിൽ തോന്നും. കാരണം അവരുടെ വിചാര രീതികൾ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രതികരണമായിരുന്നിരിക്കാം ആ കൊലപാതകം ഞാൻ കരുതുന്നു. കാരണം അവള് വീട്ടിൽ വഴക്കുണ്ടാക്കി സ്കൂട്ടറിൽ 8:30 പോയി. പിന്നീട് 10 മണിക്ക് വന്നപ്പം അവർ പ്രതികരിച്ചു. അവർക്ക് അങ്ങനെ പ്രതികരിക്കാൻ കഴിയുള്ളൂ. മനുഷ്യ സഹജമാണ്. അവരുടെ ഇവളുടെ ധാർമ്മികത വിട്ട് അല്ലെങ്കിൽ ഒരു അബദ്ധസഞ്ചാരിണിയാണ് എന്നവർക്ക് അതിനെല്ലാം പല അയലോക്കംകാരും ബന്ധുക്കളും ഇവള് രാത്രി സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കുടുംബത്തിന് അത് സഹിക്കാൻ കഴിയില്ല.
അങ്ങനെ അവര് ഇവളോട് വൈരാഗ്യത്തിൽ ഇരുന്ന സമയത്ത് അപ്പം അവര് വെളിയിൽ പോയി തിരിച്ച് രാത്രി 10 മണിപ്പം പ്രതികരിച്ച് അവളുമായിട്ട് വഴക്കുണ്ടാക്കി അവളെ കഴുത്തെ പിടിച്ച് ഞെക്കി. അങ്ങനെ അതവര് പ്രതികരിച്ചുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊല്ലാനുള്ള ഒരു ഇന്റൻഷൻ അതിനകത്ത് കാണാൻ കുറവാണ്. അപ്പൊ ആ കഴുത്തെ പിടിച്ച് അമ്മയും അപ്പനും എല്ലാവരും കൂടി ഇവളോട് പ്രതികരിച്ചപ്പോൾ അവളങ്ങ് മരിച്ചുപോയി. അല്ല, ഇതിലൊരു വിഷയമുള്ളത് ശ്രീ ജോർജ് ജോസഫ്, അതായത് അത്തരത്തിൽ പ്രകോപനപരമായ ഒരു സാഹചര്യത്തിൽ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു, അതിനുശേഷം ബോധരഹിതയായതിനു ശേഷം തോർത്തുപയോഗിച്ച് വരിഞ്ഞു മുറുക്കി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൽ അച്ഛനും അമ്മയും ഒരേപോലെ ആ പ്രവൃത്തിയിൽ ഇൻവോൾവ്ഡ് ആണ് എന്നതാണ് അതിലെ ഏറെ ആശ്ചര്യപ്പെടുത്തിയ ഘടകവും. അച്ഛനും അമ്മയും ഒരേപോലെ സ്വന്തം മകളെ ഒരു ഘട്ടത്തിൽ കൊലപ്പെടുത്തണമെന്ന് ചിന്തിക്കുമോ എന്നാണ് കേരളം അപ്പോൾ ആലോചിച്ചു പോയത്. ഇല്ല, അത് ആ കുടുംബാന്തരത്തിലുള്ള എല്ലാ അംഗങ്ങളും കുട്ടികളായാലും എല്ലാവരും ശരി ഇവളോട് ഈ രീതിയിലേ പ്രതികരിക്കുകയുള്ളൂ. അതിന്റെ മാനസിക അവസ്ഥ അങ്ങനെയാണ് കുടുംബാംഗങ്ങളുടെ. കാരണം പള്ളിയും പെട്ടക്കാരോടൊക്കെ ദൈവത്തെ ഒത്തിരി നിന്ന് അങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിന് അതിന് നേരെ ഓപ്പോസിറ്റ് ആ വീട്ടിലെ തന്നെ ഒരു അംഗം, പ്രത്യേകിച്ച് മറത്തിപ്പോയതാണെന്ന് വിചാരിച്ചത്, കന്യാസ്ത്രീയായ കുട്ടിയാണ്. അപ്പൊ അതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല, ചിലപ്പോൾ കൊല്ലും അവരുടെ മനസ്സിലായിരിക്കും. പക്ഷെ ആ പ്രതികരണം അതിശക്തമാണ്. അത് തന്നെയല്ല, കഴിഞ്ഞാൽ ചിലപ്പോൾ തോർത്തിട്ട് പിടിക്കും. നമുക്കറിയാം കുട്ടികളൊക്കെ കഴിഞ്ഞാൽ തോർത്തിട്ട് ഇങ്ങോട്ട് വലിക്കുന്ന കാണാം. അവിടെ ഒരിക്കലും നമ്മളൊരു മരണം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അത് യുഗുലാർ വെയിൻ, ആ കഴുത്തിന്റെ ഇരുവശത്തുള്ള വെയിനില് നമ്മളൊന്ന് പ്രസ് ചെയ്താലും മതി, ആള് അൺകോൺഷ്യസ് ആയി വരുമ്പോൾ മരണം പറയും. ബ്ലഡ് സർക്കുലേഷൻ ആ ബ്രെയിനിലോട്ട് തലയിലോട്ട് ഒരു 2, 3, 4, 5, 10 സെക്കൻഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ അൺകോൺഷ്യസ് ആയി. അപ്പൊ ആ കഴുത്തിൽ മുറുക്കി കൊല്ലണമെന്നില്ല, ഒരു ചെറിയ മുറുക്കി ചിലപ്പോൾ മരിച്ചു വരുന്നത്. അതെല്ലാവരും പഠിക്കേണ്ടതാണ്. കാരണം കൊച്ചുകുട്ടികളെയൊക്കെ പണ്ടൊക്കെ ഈ കുളിപ്പിക്കുന്ന സമയത്ത് അമ്മമാര് കഴുത്തിന്റെ അവിടെയൊക്കെ നന്നായിട്ട് തറയും. അല്ലെങ്കിൽ ആ സമയത്ത് കുട്ടികൾ മരിച്ചിട്ടുണ്ട്. കഴുത്തിന്റെ പ്രത്യേകത ഏതാണ്? അവിടുത്തെ രണ്ട് വെയിൽ മുകളിലോട്ട് പോകുന്ന അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ മരിക്കും. നമ്മുടെ ആത്മഹത്യ ചെയ്യുമ്പോൾ കാണാൻ പറയാം എന്ന് പറഞ്ഞ പോലെ അവർക്ക് ആ ഇന്റൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷെ ഒരു വൈരാഗ്യത്തിൽ കഴുത്തൊന്ന് മുറുക്കി മരിച്ചുപോയി കഴിഞ്ഞാൽ സബ്സിക്വന്റ് അവരുടെ കോണ്ടാക്ട് നോക്കിക്കണം. അതൊരു നാച്ചുറൽ ഡെത്ത് ആണെന്ന് ധരിപ്പിക്കാൻ വേണ്ടി കൊച്ചിനെ മക്കളെ കൊണ്ടുപോയി പറ്റിപ്പോയി അവരവിടെ കട്ടിലെ കൊണ്ട് കിടത്തി. അന്നേരം അവരെ ആ കുട്ടിയുടെ അങ്കിളിനെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അവർ നോക്കിയത്. അതാണ് രണ്ടാമത്തെ സെക്കൻഡ് എപ്പിസോഡ്. അങ്ങനെയാണ് കട്ടിലെ കിടത്തിയിട്ട് രാവിലെ ഇറങ്ങി ആൾക്കാരെ നേരം വിളിച്ചു കഴിഞ്ഞപ്പം അമ്മയപ്പനും ഇരുന്ന് നിലവിളിച്ചപ്പോൾ അതിലൊക്കെ തന്നെ ഓടി വന്നു. അപ്പൊ കഴുത്തില് അവർക്ക് അന്നേരം തോന്നിയില്ല, ആശുപത്രി കൊണ്ടുപോകാൻ നോക്കി. അപ്പോ ഹോസ്പിറ്റലിൽ അവർക്ക് സംശയം വന്നു കഴുത്തിലുള്ള കണ്ടീഷൻ. അങ്ങനെയാണ് അത് വന്നത്. അപ്പൊ അതുകൊണ്ട് ആ പെൺകുട്ടി വളരെ റിബലാണ് ആ വീട്ടിലും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്നൊക്കെയുള്ള അത് നമുക്ക് മനസ്സിലാവുന്നില്ല. എഴുതി വെക്കും, അതിനൊക്കെ ആ ഭിത്തിയിലൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാവും, ബൈബിളിലെ ഏതെങ്കിലും വാചകം കൂട്ടിയിട്ടുണ്ടാവും. എന്നാലും ആ പെൺകുട്ടിയുടെ അബദ്ധസഞ്ചാരത്തിന് എതിരെയുള്ള ഒരു പ്രതികരണമായിരുന്നു അപ്പന്റെ അമ്മയും കുടുംബത്തിലെ അങ്കിളും. അങ്ങനെയാണ് എന്റെ ഒരു കാഴ്ചപ്പാട്, അങ്ങനെയാണ്. കാരണം അങ്ങനെയാണ് അത് ഉണ്ടായത്. കാരണം അവർ പല വീട്ടിലും ഒരു തന്നെ, പല വീട്ടിലും ഒരു റിബലായിട്ട് പെൺകുട്ടി ആൺകുട്ടി ഉണ്ടെങ്കിൽ വീട്ടുകാരെല്ലാം ഒന്നിച്ചു നിൽക്കും, അതിനോട് പ്രതികരിക്കും. അതാണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക്. അല്ലാതെ ആ ദൈവവിശ്വാസി പള്ളിയിൽ പോകുന്ന അവരെ ഒരിക്കലും ഒരു കൊലപാതകം ചെയ്യാനായിട്ട് ആ വീട്ടുകാർ തയ്യാറ്. പക്ഷെ അബദ്ധത്തിൽ സംഭവിച്ചു പോയി. അത് തന്നെ അയാള് ആ അയൽവക്കംകാരെയും ബന്ധുക്കളെ എല്ലാം പോലീസ് നന്നായിട്ട് ചോദ്യം ചെയ്യുന്നപ്പോൾ അയാൾ ഉടൻ തന്നെ പറഞ്ഞില്ലേ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, ഞാനാണ് കൊന്നത് എന്നങ്ങ് ഏറ്റു പറയുകയാണ്. കാരണം അതുപോലെ അത്ര ആ ജോസ്മോൻ ആളെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഹമ്പിള് സിമ്പിള് വിനയത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ കയ്യിൽ നിന്ന് ഇത് ഉണ്ടായെന്നും ആരും വിശ്വസിക്കുന്നില്ല. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അപമാനം ആൾക്കാരെല്ലാവരും പറയാൻ തുടങ്ങി. ഇവിടെ രാത്രി 2 വീലറിൽ കറങ്ങുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് മാതാപിതാക്കൾ പ്രത്യേകിച്ച് പള്ളിയിലുമൊക്കെ പോയി അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് അത് സഹിക്കാൻ പറ്റില്ല. അത് അഭിമാനം ക്ഷതം അവർക്കുണ്ടായി. അതിന്റെ ഒരു പ്രതികരണമായിട്ട് എനിക്ക് തോന്നി. കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് നമ്മൾ കഴുത്ത് പിടിച്ച് ഞെക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ തോർത്തിട്ട് പിടിച്ചിട്ടുണ്ടാവും അഴിച്ചത്തിന് ദേഷ്യത്തിന്. മരണം എന്തായാലും സംഭവിച്ചിരിക്കുന്നു, അതൊരു മർഡറായിട്ട് തന്നെ വരികയുള്ളൂ. അതിനോട് അയാൾ പ്രതികരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം നോക്കി. അബദ്ധത്തിൽ പറ്റിപ്പോയി രക്ഷപ്പെടാൻ മാർഗം നോക്കിയതായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, ഇപ്പോൾ ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് അന്വേഷണം നീങ്ങുമ്പോൾ, കൂടുതൽ ദുരൂഹത നീക്കാനുള്ള ശ്രമത്തിൽ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ, ഈ ഭിത്തിയിൽ എഴുതിയിട്ടുള്ള ആ വാചകം, മാതാപിതാക്കൾ നൽകിയിട്ടുള്ള മൊഴി, അതായത് മതവിശ്വാസത്തിൽ നിന്ന് ദൈവവിശ്വാസത്തിൽ നിന്നൊക്കെ പിന്നോട്ട് നടക്കുന്ന ഒരു സ്വഭാവം ഇപ്പോൾ ഏഞ്ചൽ കാണിച്ചു വന്നിരുന്നു. അതോടൊപ്പം അസ്വാഭാവികമായ ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നു. രാത്രിയിലെ സഞ്ചാരം, ഇതിനപ്പുറം ഈ ദുരാചാരങ്ങൾ വിധേയപ്പെട്ടിരുന്നോ എന്നുള്ളൊരു സംശയത്തിലേക്ക് പോലീസ് എത്താനുണ്ടാകുന്ന സാഹചര്യം,
മറ്റെന്തെങ്കിലും ഉണ്ടോ? അത് സാധൂകരിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ പോലീസിന് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടോ? ഇതിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ രാത്രികളിൽ എവിടെയാണ് ഈ പെൺകുട്ടി പോയിരുന്നത് എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും ആ യാത്ര എവിടെയായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ അതായത് ഈ കൊല്ലപ്പെടുന്ന ചൊവ്വാഴ്ച രാത്രിയും വീട്ടിലെത്തിയ ഉടൻ ഏഞ്ചൽ പിന്നീട് പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് മടങ്ങി വരുന്നത് രാത്രി 11 മണിയോടുകൂടി ആണ് മടങ്ങി വരുന്നത്. അവിടെയും തർക്കമുണ്ടാകുമ്പോഴും മതവിശ്വാസത്തിനെതിരെയുള്ള തങ്ങൾ പാലിച്ചു പോന്നിരുന്ന ഒരു വിശ്വാസ രീതികൾക്കെതിരെയുള്ള ഒരു പ്രതികരണമാണ് അവൾ പ്രകോപനമായി കാണിച്ചത് എന്നുള്ളതാണ്. മാത്രമല്ല, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വേർഡിങ്സ് ഈ ഭിത്തിയിൽ എഴുതിയിരുന്നു എന്നതിനൊന്നും ഒരു വിശദീകരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ ദുരൂഹതയും. കാരണം ഏഞ്ചൽ പിന്തുടർന്നിരുന്ന എന്തെങ്കിലും ഒരു വിശ്വാസങ്ങൾ അത് ഈ കുടുംബത്തിന് അങ്ങേയറ്റം അപമാനകരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം പോലീസിന് ഉണ്ട്. പോലീസ് അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കാരണം ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരം അന്വേഷണ സംഘത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു സ്വാഭാവികമായ ഒരു യുക്തിക്ക് നിരക്കുന്ന ഒരു ചോദ്യം ആണ്. കാരണം എങ്ങനെയാണ് താമസിച്ചു വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരച്ഛൻ കൊല ചെയ്യപ്പെടുന്നത്? കാരണം ഈ മക്കള് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് വളർത്തി പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് എന്നുള്ളതുമാണ്. പിന്നെ ഈ ഏഞ്ചലിനെ സംബന്ധിച്ചിടത്തോളം ഏഞ്ചല് വീടിനുള്ളിൽ ഈ തങ്ങൾ പാലിച്ചു പോന്നിരുന്ന മതവിശ്വാസങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയും നേരത്തെ അദ്ദേഹം ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കന്യാസ്ത്രീയായി പഠനം പൂർത്തിയാക്കി പട്ടം സ്വീകരിച്ച ഒരു കന്യാസ്ത്രീയായി ആയ ഒരു പെൺകുട്ടിയാണ് അവർ. പിന്നീടാണ് അത് തിരുവസ്ത്രം ഉപേക്ഷിക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ ആയ ഒരാൾ എങ്ങനെ ഇത്രയും വിയോജിപ്പ് ഈ സംവിധാനത്തോട് പുലർത്തുന്നു എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ വീട്ടിലുണ്ടായിട്ടുണ്ട്. ഈ യാത്രകൾ, ഒപ്പം തന്നെ മതഗ്രന്ഥത്തോട് ഉള്ള ഒരു വെറുപ്പ്, അച്ഛനും അമ്മയും ചോദ്യം ചെയ്തപ്പോൾ ഏഞ്ചൽ എടുത്ത അടുത്ത സ്റ്റെപ്പ് ആ ബൈബിൾ എടുത്ത് വലിച്ചെറിയുക എന്നുള്ള ഒരു പ്രകോപനമാണ്. അതെങ്ങനെയാണ് അത്തരം ഒരു പ്രകോപനത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഏഞ്ചലിന് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്? അന്ന് അവിടെ എന്ത് സംഭാഷണമാണ് നടന്നിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. മാത്രമല്ല, കൊല്ലപ്പെടുന്ന രാത്രി വീട്ടിലെത്തിയ ശേഷം ഏഞ്ചൽ പിന്നീട് എങ്ങോട്ടാണ് പോയത്, എവിടെ പോയാണ് തിരിച്ചു മടങ്ങിയെത്തിയത്? അത്തരം കാര്യങ്ങൾ ഈ ബ്ലാക്ക് മാജിക് പോലെയുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ നമ്മളുടെ നിലവിലുള്ള മതവിശ്വാസങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആ ഒരു താല്പര്യങ്ങളിലേക്ക് ഏഞ്ചൽ പോയിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി വിവരങ്ങൾ ആരായുമ്പോഴുമൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് ഏഞ്ചൽ അന്ന് രാത്രി എവിടെയായിരുന്നു എന്നുള്ള ഒരു ഉത്തരത്തിലേക്കുമൊക്കെ അന്വേഷണ സംഘത്തിന് ഇനിയും പോകേണ്ടതുണ്ട്. ഈ കേസിൽ ഇപ്പോൾ പ്രാഥമികമായി ജോസ്മോൻ തന്നെയാണ് സ്റ്റേഷനിലെത്തി താൻ ഏഞ്ചലിനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് 15 വർഷക്കാലമായി ഞങ്ങൾ കുടുംബം ഈ വിഷയത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അവളെ കൊലപ്പെടുത്തിയ കാര്യത്തിനകത്ത് യാതൊരു കുറ്റബോധവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തൊരു ഭാവവ്യത്യാസം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അത്രമാത്രം അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഉള്ള ഒരു സംഭവം ഉണ്ടായി ഈ വീടിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതും ജോസ്മോൻ പറഞ്ഞിട്ടുള്ളത് മറ്റ് ബന്ധങ്ങളോ കാര്യങ്ങളോ ഏഞ്ചലിന് ഇല്ല എന്നുള്ളതാണ്. ഏഞ്ചൽ പോകുന്നതും എല്ലാം ഒറ്റയ്ക്ക് പോകുന്നു, ഒറ്റയ്ക്ക് പല ഇടങ്ങളിൽ പോയി ഭക്ഷണം റെസ്റ്റോറൻറ്റുകൾ കാണപ്പെടുന്നു, തിരികെ വരുന്നു. ഈ ഒരു ഇടവേളകളിൽ എവിടെയാണ് കൃത്യമായ സമയം ചിലവഴിക്കുന്നത് എന്നുള്ളത് കുടുംബത്തിന് ധാരണയില്ല. എന്നാൽ അതേ സമയം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നു മറ്റു ബന്ധങ്ങളോ കാര്യങ്ങളോ ഏഞ്ചലിന് എടുത്തു പറയത്തക്കതായ മറ്റു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭർത്താവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതും ഈ വീട്ടുകാരോട് കാണിക്കുന്ന അതേ വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ പലപ്പോഴും ഭർത്താവിനോടും ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളത് ആണ് അന്വേഷണ സംഘം നമ്മളോട് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് പോലീസും അതിന് ഈ ഭർത്താവ് മൊഴി നൽകിയിട്ടുള്ളതും. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിചിത്രമായ ഒരു പെരുമാറ്റം ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്ന ഒരാളല്ല അവൾ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇടക്കാലം കൊണ്ടുണ്ടായ കുറെ മാറ്റങ്ങൾ ഏഞ്ചലിന് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രക്ഷകർത്താക്കളുടെ വിശ്വാസത്തെ, അവരെ വളരെ യാഥാസ്ഥിതികമായ ക്രിസ്തീയ വിശ്വാസം പുലർത്തുന്നവരാണ്. അവരുടെ വിശ്വാസത്തെ വലിയ തോതിൽ ചലഞ്ച് ചെയ്തുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് ഏഞ്ചൽ ആ വീട്ടിൽ ഒരു റിബൽ സ്റ്റാൻഡ് എടുത്ത് നിന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ ഇങ്ങനെ ഒരു റൈറ്റിംഗ്സ് ഒക്കെ എഴുതിയിരിക്കുന്നത് സംബന്ധിച്ചു വീടിന്റെ ഭിത്തിയിൽ
വെറുതെ എഴുതിയിരിക്കുകയല്ല, അതിങ്ങനെ കളർ ചെയ്ത് അത് വളരെ ശ്രദ്ധയോടുകൂടി ആ ഒരു വാക്യം എഴുതി ചേർത്തിരിക്കുകയാണ്. ഈ മോക്ഷ എന്നും ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ എന്നുമുള്ള ഒരു വേർഡിങ്സ് ആ വീടിന്റെ ഭിത്തിയിൽ നമ്മൾ മരണ ദിവസം ചെല്ലുമ്പോൾ എല്ലാവർക്കും കാണുവാനും കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിനകത്ത് ഇനിയും ഒരുപാട് ദുരൂഹതകൾ മറനീക്കി പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ആര്യ. തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ദുരൂഹതകൾ ഇനിയും ഈ കേസിൽ മറനീക്കി പുറത്തു വരാനുണ്ട് എന്നതാണ് സാഹചര്യം. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. നമ്മൾ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ചതിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തും. മന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടിയിൽ പ്രതിഷേധം തുടരാനാണ് യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും KSUവിന്റെയും തീരുമാനം. പ്രതിഷേധം കണക്കിലെടുത്ത് മന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം സംബന്ധിച്ച കളക്ടറുടെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. മന്ത്രിസഭാ യോഗം ധനസഹായം സംബന്ധിച്ച് തീരുമാനമെടുക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചേക്കും. ജി ശ്രീജിത്തും ഡാൻ കുര്യനുമാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ജി ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമാണ്. ബിന്ദുവിന്റെ കുടുംബത്തിന് ആദ്യഘട്ടത്തിൽ മന്ത്രിമാരൊന്നും ഈ വിഷയത്തിൽ അവരോട് സംസാരിച്ചില്ല, ഒരു ആശ്വാസവാക്ക് പോലും പറഞ്ഞില്ല എന്ന ചില പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മന്ത്രി VN വാസവൻ എത്തി. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി എത്താനുള്ളൊരു സാധ്യതയുമുണ്ട്. കുടുംബത്തിന് അത്തരത്തിലുള്ള പരിഭവമൊക്കെ നീങ്ങിയേക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറം പ്രതിപക്ഷം അവർക്കൊരു അടിയന്തര സഹായം നൽകണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അടിയന്തര സഹായമായി 50,000 രൂപ കൈമാറിയിട്ടുണ്ട്. അതിനപ്പുറം മകനൊരു ജോലി, 25 ലക്ഷം രൂപ ധനസഹായം നൽകണം എന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കൂടി ഈ വിഷയം നീങ്ങിയിരിക്കുകയാണ്. മുഴുവനായി നോക്കുമ്പോൾ, മൊത്തത്തിൽ നോക്കുമ്പോഴുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം. ഇന്ന് മന്ത്രി ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് സന്ദർശനത്തിന് എത്തുമ്പോഴുള്ള ഒരു സാഹചര്യം, അങ്ങനെ സമഗ്രമായൊരു ചിത്രം. ശ്രീജിത്ത്. ആര്യ, ശക്തമായ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിലൊരു തീരുമാനമുള്ളത്. അല്പസമയം മുമ്പ് നമ്മൾ ചാണ്ടിയുമ്മൻ MLA സംസാരിച്ചു. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണം എന്നൊരു ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ കാര്യത്തിൽ വളരെ ഗൌരവമേറിയ, അതായത് കളക്ടർ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു അന്വേഷണം കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. മന്ത്രി വീണ ജോർജിന്റെ രാജി വെക്കണം എന്നുള്ള ആവശ്യം അതും ഉറച്ചു നിൽക്കുകയാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധം തുടരും എന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. ഇതില് ഈ ഒരു ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലൊക്കെ ആയിരുന്നു ഈ ഒരു അപകടം ഉണ്ടായതെങ്കിൽ ഇതിനകം തന്നെ ക്രിമിനൽ കേസ് പോലും എടുത്തേനേയും. പക്ഷേ അത്തരത്തിൽ ഒരു നടപടിയുമില്ല. ഫലത്തിൽ ഇതൊരു ന്യായീകരണവുമായി മുന്നോട്ട് പോകുന്ന നിലപാട് മാത്രമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പ്രതിഷേധത്തിന്റെ ഒരു തുടർച്ചയുടെ സൂചന തന്നെയാണ് ചാണ്ടിയുമ്മൻ ന്യൂസ് 18 സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു വിഷയമുള്ളത്, ഇക്കാര്യത്തിൽ ഇന്ന് ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ടായിരിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് വീട്ടിലേക്ക് എത്തുക. എപ്പോൾ എത്തും എന്ന കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ന് പലതരത്തിലുള്ള പരിശോധന, ഇന്നലെ കളക്ടർ നേരിട്ടെത്തി മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തിയിരുന്നു. ഈ കുടുംബത്തിന് ധനസഹായം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കളക്ടർ സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രമായിരിക്കും അന്വേഷണ റിപ്പോർട്ട് കൈമാറുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വീഴ്ച ഫലത്തിൽ താഴെത്തട്ടിൽ ഉണ്ടായി എന്ന നിലയിലേക്ക് കാര്യങ്ങളെ ഒതുക്കി തീർക്കാനായിരിക്കും ശ്രമം എന്ന് വേണം രാഷ്ട്രീയമായുള്ള പ്രതികരണം CPMന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇന്നലെ MV ഗോവിന്ദൻ മാസ്റ്റർ, പിന്നീട് PA മുഹമ്മദ് റിയാസ് മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങൾ, അങ്ങനെ മന്ത്രിമാരുടെ എല്ലാം പ്രതികരണങ്ങൾ നിലവിൽ സർക്കാരിനോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ എന്തെങ്കിലും വീഴ്ച വരുത്തി എന്ന തരത്തിലല്ല. അതിനപ്പുറത്തേക്ക്
വീഴ്ചയേ ഇല്ല എന്ന നിലയിലേക്ക് ഫലത്തിൽ വീഴ്ചയുണ്ട് എന്ന് സമ്മതിക്കാൻ അവർ തയ്യാറായിട്ടില്ല. കളക്ടർ പരിശോധിക്കട്ടെ എന്ന നിലപാടായിരുന്നു. ഇനി കളക്ടറുടെ പരിശോധനാ റിപ്പോർട്ട് തന്നെ ഒരുപക്ഷെ ഈ ഒരു കാര്യത്തിൽ ഈ ആശുപത്രിക്കുള്ളിൽ സൂപ്രണ്ടിന് താഴെയുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരിലേക്ക് കാര്യങ്ങൾ ചുരുക്കാനുള്ള സാധ്യത തന്നെയാണ് കാണേണ്ടത്. കാരണം ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി.കെ. ജയകുമാറിനെ അടക്കം മന്ത്രി വി എൻ വാസവൻ ഈ സംഭവങ്ങൾക്ക് ശേഷവും വളരെ പുകഴ്ത്തി സംസാരിക്കുന്നതാണ് കണ്ടത്. അതായത് അദ്ദേഹത്തിന്റെ ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കേരളത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും മന്ത്രി വാസവൻ അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതാണ് കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഡോക്ടർക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്ന ഫലത്തിൽ വ്യക്തമാക്കുന്നതായിരുന്നു മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം. എന്തായാലും ഇന്നത്തെ ദിവസവും പല പ്രതിഷേധങ്ങൾ, അത് കേവലം കോട്ടയം കേന്ദ്രീകരിച്ച് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ വരും ദിവസങ്ങളിൽ എന്നുള്ളതാണ് UDF നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആ പ്രതിഷേധം തുടരുകയാണ്. അതിനിടെ ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് ഒരുപക്ഷെ ഇന്ന് തന്നെ ഒരു വ്യക്തത ഉണ്ടായേക്കും. ആര്യ, തീർച്ചയായും. ജി ശ്രീജിത്താണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഒപ്പം ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, ഇപ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം കോട്ടയത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ പ്രതിഷേധം എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധം കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഉണ്ടായി. നമുക്കറിയാം, ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള വലിയ വിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതും അതിലൊരു സ്ത്രീ മരിക്കാനിടയായതും. അതിനപ്പുറം അവിടെ മന്ത്രിമാർ നടത്തിയിട്ടുള്ള പരാമർശം അത് വലിയ വിവാദങ്ങളിലേക്കൊക്കെ നയിച്ചതും. പക്ഷേ അവിടെ പാർട്ടിയുടെ സംരക്ഷണം ഈ ഘട്ടത്തിൽ ഒരുക്കുന്നുണ്ട്. അത് പ്രതിഷേധം ആളിക്കത്തിക്കാൻ ഇടയാക്കുകയല്ല ചെയ്യുകയുള്ളൂ. അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ 2 ദിവസമായി വ്യാപകമായ പ്രതിഷേധമാണ്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ കോട്ടയം മുതൽ തുടങ്ങിയതാണ്. മന്ത്രി കോട്ടയത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിതമായ അപകടം ഈ കെട്ടിടം പൊളിഞ്ഞു വീണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായത്. കോട്ടയത്ത് നിന്ന് അന്ന് തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോഴും ഒരു ശമനവുമില്ലാതെ തലസ്ഥാനത്തും തുടരുന്നത്. മന്ത്രി വസതിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ കരിങ്കൊടി കാണിക്കാനുള്ള തയ്യാറെടുപ്പിൽ പ്രതിപക്ഷ യുവജന സംഘടനകൾ പല വഴികളിൽ ഒളിഞ്ഞു നിൽക്കുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനിടയിലൂടെയാണ്, പ്രതിഷേധങ്ങൾക്കിടയിലൂടെയാണ് മന്ത്രി വീണ ജോർജ് ഇന്നലെ സെക്രട്ടേറിയറ്റിലെ അനക്സ് 2 അവരുടെ ഓഫീസിലെത്തിയതും വൈകുന്നേരം വരെ അവിടെ ചെലവഴിച്ച ശേഷം രാത്രിയോടെ അവിടെ നിന്ന് മടങ്ങി തിരികെ വസതിയിലേക്ക് എത്തുകയും ചെയ്തത്. ഇന്നും സമാനമായ പ്രതിഷേധങ്ങൾക്ക് തലസ്ഥാനം സാക്ഷ്യം വഹിക്കും. 12 മണിക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. സമാനമായ തരത്തിൽ അനക്സ് 2 പ്രതിഷേധക്കാർ എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വലിയ സുരക്ഷയാണ് പോലീസ് വസതിയിലും അതോടൊപ്പം തന്നെ അനക്സ് 2 ഓഫീസ് പരിസരത്തുമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം മന്ത്രി വീണ ജോർജിന്റെ വാഹന വ്യൂഹത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ യാത്രാമധ്യേ ഉണ്ടായാൽ അതിനെ തടയാനുള്ള പ്രത്യേക കമാൻഡോ സംഘം വീണ ജോർജിന്റെ ഔദ്യോഗിക വാഹനത്തെ കഴിഞ്ഞ ദിവസം മുതൽ അകമ്പടി സേവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകാനിടയുള്ള സാധ്യത തന്നെയാണ് പോലീസ് മുമ്പിൽ കാണുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് വീണ ജോർജിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാരും LDFും പൂർണ്ണമായ പിന്തുണ മന്ത്രി വീണ ജോർജിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ തന്നെ പരസ്യമായി പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ തന്നെ നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. ഈ പ്രതിഷേധങ്ങൾ വകവെക്കാതെ മുമ്പോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. അതോടൊപ്പം വീണ ജോർജ് വൈകാതെ തന്നെ ഈ വീട്ടമ്മയുടെ വീട്ടിൽ ജീവൻ നഷ്ടപ്പെട്ട ഈ ബിന്ദുവിന്റെ വീട്ടിലെത്തും, കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരും. അതോടൊപ്പം സർക്കാരിന്റെ സഹായം സംബന്ധിച്ച കാര്യങ്ങളെ കുടുംബത്തെ നേരിട്ട് തന്നെ അറിയിക്കും. കഴിഞ്ഞ ദിവസം ഫോണിൽ അവരുടെ കുടുംബാംഗങ്ങളുമായി മന്ത്രി വീണ ജോർജ് സംസാരിച്ചിരുന്നു. അതോടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു അയവ് വരും എന്ന വിലയിരുത്തലാണ് സർക്കാരിനുള്ളത് എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും എപ്പോഴാണ് മന്ത്രി അവിടേക്ക് എത്തുക എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. ആദ്യം ഇന്നെത്തുമെന്നായിരുന്നു അറിഞ്ഞത്. ഒരുപക്ഷെ പ്ലാനിൽ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടായേക്കാമെന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കിടയിലാണ് മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക പരിപാടികൾ ഉൾപ്പെടെ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്നത്. നമുക്കറിയാം, രാജി എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷമുള്ളത്. പക്ഷേ രാജി എന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ഇല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായ കാര്യമാണ്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ അടക്കം ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഏത് തരത്തിലാണ് ഈ വിഷയത്തെ അവരൊക്കെ ന്യായീകരിക്കുന്നത് എന്ന് കാണുമ്പോൾ എന്നത് നമുക്ക് വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഈ സമരങ്ങളുടെയൊക്കെ പ്രതിഷേധത്തിൻ്റെയൊക്കെ ഒരു ഭാവി എന്താകും എന്ന ഒരു സംശയം നിലനിൽക്കുന്നില്ലേ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരും. പക്ഷേ ഇവിടെ പ്രതിപക്ഷം നേരിടുന്ന വെല്ലുവിളി ഏതെങ്കിലും തരത്തിൽ
UDF ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയാൽ ആ സ്പേസ് കൃത്യമായി ഉപയോഗിക്കുന്നതിനു വേണ്ടി BJP രംഗത്തെത്തും. BJP അവിടെ നടത്തുന്ന രാഷ്ട്രീയമായ ഇടപെടലുകൾ തിരിച്ചടിയായി മാറുക UDF-നായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിഷേധം മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് UDF ക്യാമ്പ് എത്തിയിരിക്കുന്നത്. ആ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നേതൃത്വം കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും KS ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോഗ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പ് വർഷമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ കൃത്യമായി ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റുക എന്നൊരു കൃത്യമായ രാഷ്ട്രീയ നീക്കം തന്നെയാണ്, രാഷ്ട്രീയ പ്രതിരോധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം തെരുവിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സഭാ സമ്മേളന കാലയളവായിരുന്നെങ്കിൽ സഭയിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കാമായിരുന്നു. അവിടെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനുള്ള നീക്കങ്ങൾ നടത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സമയമല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ശക്തമായി ഈ പ്രതിഷേധം തെരുവിൽ അങ്ങനെ തന്നെ തുടരട്ടെ എന്നൊരു തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വവും UDF ഘടകകക്ഷികളുമൊക്കെയുള്ളത്. തീർച്ചയായും വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് പോകും എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷമുള്ളത്. കോൺഗ്രസും പോഷക സംഘടനകളുമെല്ലാം ശക്തമായ സമര പരിപാടികളുമായി രംഗത്തേക്കിറങ്ങുന്നത്, തെരുവിൽ മുദ്രാവാക്യം വിളികളുമായും ഒക്കെ രംഗത്തേക്കിറങ്ങുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. മിനിഞ്ഞാന്നും അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരും. BJP-യും RSPയും ഒക്കെ ഇന്നലെ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു, പ്രതിഷേധ മുഖത്തുണ്ടായിരുന്നു. ഇന്നും അത് തുടരാൻ തന്നെയുള്ള സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് അപകട മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ MLA ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യവുമായി UDF മുന്നോട്ട് തന്നെ പോകും. മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് സർക്കാരെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിക്കുകയുണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ബിന്ദുവിന് വേണ്ടി വലിയ സമര പോരാട്ടങ്ങളിലൊക്കെ മുൻനിരയിൽ നിന്ന ആളാണ് ചാണ്ടി ഉമ്മൻ MLA. എനിക്കൊപ്പം ചാണ്ടി ഉമ്മൻ ഉണ്ട്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി മുതൽ ഈ വിഷയത്തിൽ ഒരു ന്യായീകരണത്തിലേക്ക് കടക്കുകയാണ് സർക്കാരും മന്ത്രിമാരും എല്ലാം. അതായത് ഇനിയൊരു രാജി എന്നത് ഫലത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. ജനമനസ്സിൽ ഈ ഗവൺമെന്റിന് സ്ഥാനമില്ല, ഇവർക്കും ജനങ്ങളെ വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടായിട്ടും ആ മരണ വീട്ടിൽ അല്ലെങ്കിൽ ആ മരിച്ച ആളുടെ ബന്ധുവിനെ കാണാതെ മെഡിക്കൽ കോളേജിൽ പോയി തിരിച്ചു വന്നത്. ഇല്ലേ? ഞാൻ ചോദിക്കുന്നത്, എന്തിന് ഈ ന്യായീകരണങ്ങളൊക്കെ നടത്തണം? നിങ്ങൾ പറയുന്നു വേൾഡ് ക്ലാസ് മെഡിക്കൽ ഫെസിലിറ്റി, വേൾഡ് ക്ലാസ് ലോസ് വുഡ് അപ്ലൈ. വേൾഡ് ക്ലാസ് ലോസിൽ എന്തായിരിക്കും നിലപാട്? വിദേശ രാജ്യത്ത് ഒരാളുടെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെട്ടാൽ 1 കോടി രൂപയെങ്കിലും കൊടുക്കും. ഞങ്ങൾ 25 ലക്ഷം പറഞ്ഞുള്ളൂ മിനിമം. വേൾഡ് ക്ലാസ് ലോ കൂടെ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് മന്ത്രിമാരോട് അതാണ് പറയണത്. നിങ്ങൾ വേൾഡ് ക്ലാസ് ആണെന്ന് പറയുന്നു, വേൾഡ് ക്ലാസ് ലോസ് കൂടെ അപ്ലൈ ചെയ്യൂ. അവിടെ സ്ഥിര ജോലി കൊടുക്കൂ ഒരു മെമ്പറിന്, ആ കുട്ടിയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കൂ. അതല്ലാതെ അവിടുത്തെ കോസ്റ്റ് മാത്രം വേൾഡ് ക്ലാസ് ആക്കണ്ട. ഇപ്പൊ 300 രൂപ മാത്രം മേടിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗത്തിന് 3,40,000 രൂപയുടെ ചെലവാണ്. അവിടെ വേൾഡ് ക്ലാസ് പ്രൈസായി. വേൾഡ് ക്ലാസ് ലോസ് ഇല്ല. വേൾഡ് ക്ലാസ് ലോസ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ അപ്പത്തെറിക്കും. അവിടെ ഒഴിഞ്ഞ കെട്ടിടമാണെന്ന് പറഞ്ഞ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അപ്പത്തെറിക്കും. മന്ത്രി ചിലപ്പോൾ രാജിവെക്കേണ്ടി വരും. ഇപ്പൊ വേൾഡ് ക്ലാസ് ലോസ് അവിടെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവരെ കോമ്പൻസേഷന്റെ കാര്യത്തിലെങ്കിലും വേൾഡ് ക്ലാസ് ഹെൽത്ത് ഫെസിലിറ്റി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന സർക്കാർ വേൾഡ് ക്ലാസ് ലോ കൂടി അപ്ലൈ ചെയ്യണം. ഇതൊരു താൽക്കാലിക ജോലി മാത്രമാണ് ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ മതിയോ? താൽക്കാലിക ജോലി കൊണ്ടൊന്നും തൃപ്തിയാവുന്ന സാഹചര്യമല്ല. അവർക്ക് സ്ഥിര ജോലിയാണ് കൊടുക്കേണ്ടത്. യാതൊരു സംശയവും വേണ്ട. ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കി തന്നെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അവിടെ ആരാണ് ഒഴിഞ്ഞ കെട്ടിടം ഉണ്ട് എന്ന് പറഞ്ഞത്? മന്ത്രിയാണ്. മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കളക്ടർ പറ്റുമോ? ആ കളക്ടറിന് ചോദിച്ചാൽ മന്ത്രിക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനെ തന്നെ എക്സിക്യൂട്ടീവ് ചോദ്യം ചെയ്യണം. അതുകൊണ്ടാണ് ജുഡീഷ്യൽ എൻക്വയറി വേണം എന്ന് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത്. എന്നാൽ മാത്രമേ ഈ സാഹചര്യത്തെ കുറിച്ചുള്ള യഥാർത്ഥ കാര്യങ്ങൾ പുറത്തു വരൂ. ഈ രാജി എന്ന ആവശ്യത്തിൽ പിന്നോട്ടില്ല നിങ്ങൾ? അല്ല, അത് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെല്ലാം അതിനോടൊപ്പമാണ്. ഒരു കാര്യം കൂടി, താങ്കൾ ഈ മൃതദേഹത്തെ അനാദരവ് കാട്ടിയെന്ന ആരോപണം കൂടി മന്ത്രി VN വാസവൻ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ചാരിറ്റി ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിന്റെ ആംബുലൻസുമായിട്ടാണ് അദ്ദേഹം ആ ബോഡി കൊണ്ടുവരാൻ വന്നത്. അപ്പൊ ആ ആംബുലൻസ്
എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയണം. ആ കുടുംബത്തോട് സംസാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അവിടുന്ന് ആ ബോഡി കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അതല്ല, നിങ്ങൾ പോകൂ, നമുക്ക് സർക്കാരുമായിട്ട് ചർച്ച ചെയ്യാം, സംസാരിക്കാം, നമ്മൾ ആവശ്യം നേടിയെടുത്തിട്ടേ പിന്നോട്ട് പോകത്തുള്ളൂ. എന്താണ് അവർക്കുള്ള കോമ്പൻസേഷൻ, അവർക്കുള്ള ജോലി, ആ കുടുംബത്തെ ദത്തെടുക്കണം, ആ കുട്ടിയുടെ ചികിത്സാ ചെലവ്, ഈ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീരുമാനമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ പോകൂ. ആ കുടുംബത്തിന്റെ തീരുമാനം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ഒരു വാക്ക് ഞാൻ പറഞ്ഞുള്ളൂ. തടഞ്ഞല്ല, ഒരു വാക്ക് എനിക്ക് പറയണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ തടഞ്ഞിട്ടില്ല. പക്ഷേ ആ തടസ്സം നീക്കാൻ ഒരു കാരണം ഉണ്ടാക്കിയതാരാ? അവിടെ ഒരു സാഹചര്യം വന്നേ എങ്ങനെയാ? അവരെ പറ്റി ചോദ്യം ചെയ്യലില്ല. ആ വ്യക്തിയോട് തന്നെ അനാദരവ് കാണിച്ചാണ് അവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു കെട്ടിടത്തിൽ ഈ വ്യക്തികളെ മൊത്തം അനുവദിച്ചത്. അപ്പൊ ആ വ്യക്തിയോടും കുടുംബത്തോടും കേരള സമൂഹത്തോടും അനാദരവ് കാണിച്ചിരിക്കുന്നത് മന്ത്രിയാണ്, ഹെൽത്ത് മിനിസ്റ്ററാണ്, ഗവൺമെന്റാണ്. അതിന് മറുപടിയില്ലേ? അതിന് മറുപടി പറയണം. ജീവിച്ചിരുന്ന ആളോട് അനാദരവും ആ വ്യക്തിയുടെ എല്ലാ റൈറ്റ്സും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതിനാരും മറുപടി പറയും? അത് സർക്കാർ പറയട്ടെ. രണ്ട് സാഹചര്യത്തെ ആലോചിക്കണം. ഒന്ന്, UDF സർക്കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും LDFന്റെ നിലപാട്? പുറത്തെ. രണ്ട്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നെങ്കിൽ എന്തായിരിക്കും സർക്കാരിന്റെ നിലപാട്? പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെന്റ് ഹോസ്പിറ്റലും തമ്മിൽ ഒരേ ലോയാണ് ഇന്ത്യയിലുള്ളത്. അപ്പം ഈ മന്ത്രിസഭ അധികാരമേറ്റത് ഭീതിയോ പ്രീതിയോ ഇല്ലാതെ പക്ഷാഭേദമില്ലാതെ നടത്തുമെന്ന്. ഇവിടെ പക്ഷാഭേദം വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഗവൺമെന്റിന് മാൻഡേറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത്. ജുഡീഷ്യൽ എൻക്വയറി വരട്ടെ. സോളാർ കേസ് പോലൊരു കേസിൽ ജുഡീഷ്യൽ എൻക്വയറി ആവശ്യപ്പെട്ടവർക്ക് അധികാരത്തിരിക്കുമ്പോൾ ഇത്ര വലിയ സംഭവം നടന്നിട്ട് അനങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ പാപ്പരത്വമല്ലേ? ഈ ധനസഹായം അതെങ്ങനെയാണ്? താങ്കൾ എങ്ങനെയാണ് അത് ട്രസ്റ്റുമായി ബന്ധപ്പെട്ടാണോ? അതിൽ 5 ലക്ഷം രൂപ സ്പോൺസർമാരെ കണ്ടെത്തി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ 5 ലക്ഷം കൊടുത്തിരിക്കും. എന്തായാലും അതാണ് സർക്കാരിന്റെ ധനസഹായം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ചാണ്ടി ഉമ്മൻ ധനസഹായം പ്രഖ്യാപിച്ച് അതുമായി മുന്നോട്ട് പോവുകയാണ്. ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന ആവശ്യത്തിൽ അതിശക്തമായി ഉറച്ചു നിൽക്കുകയാണ്. കോട്ടയത്ത് നിന്ന് പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18. ജി ശ്രീജിത്താണ് ചാണ്ടി ഉമ്മനൊപ്പം ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പരിശോധന മൊബൈൽ ടോർച്ച് ലൈറ്റ് വെളിച്ചത്തിൽ. വൈദ്യുതി തടസ്സപ്പെട്ടതോടെയാണ് ഇന്നലെ രാവിലെ 1 മണിക്കൂറിലേറെ മൊബൈൽ വെളിച്ചത്തിൽ പരിശോധന നടത്തിയത്. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, ഇതെങ്ങനെയാണ് ആശുപത്രി ഇരുട്ടിലായത് പൂർണ്ണമായും? ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി 10:40 വൈദ്യുതി നിലച്ചത്. OP ബ്ലോക്കിലായിരുന്നു ഈ പ്രതിസന്ധി നേരിട്ടത്. കറണ്ട് പോയതോടുകൂടി 1 മണിക്കൂർ നേരം, അതായത് 11:40 വരെ അവിടെ ഉണ്ടായിരുന്ന രോഗികളുടെ മൊബൈൽ ടോർച്ച് ഉപയോഗിച്ചാണ് ഡോക്ടർ രോഗികളെ പരിശോധിച്ചതും ഒപ്പം തന്നെ കുറിപ്പടികൾ കുറിച്ച് നൽകിയതും എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. 1 മണിക്കൂർ നേരം ആ ഒരു കറണ്ട് അവിടെ ഉണ്ടാവാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് നേരിടുന്നു എന്നാണ്. OP ടിക്കറ്റ് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഇത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ ഒരു ജനറേറ്റർ സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും അത് നിസ്സാര പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പ്രവർത്തിക്കാതായിട്ട് വർഷങ്ങളായി എന്നുള്ളതാണ് ആളുകൾ പരാതി പറയുന്നത്. ഈ OP അടക്കമുള്ള ബ്ലോക്കുകളിൽ ഇത്തരത്തിൽ കറണ്ട് പോവുക പതിവാണ് എന്നുള്ളതാണ്. രോഗികളുടെ കൂട്ടിരിപ്പുകാരായ ആളുകൾ ഉൾപ്പെടെ മൊബൈൽ ടോർച്ച് തെളിച്ച് ഡോക്ടറെ കാണിച്ചതുകൊണ്ടാണ് ഡോക്ടർക്ക് പരിശോധിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഒരു സർക്കാർ ആശുപത്രി, പ്രത്യേകിച്ച് വളരെയധികം ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റി അടക്കമുള്ള കാര്യങ്ങൾ, അതായത് കറണ്ട് അടക്കമുള്ള കാര്യങ്ങൾ വളരെയധികം പ്രാധാന്യം ആശുപത്രിയിലുള്ളതാണ്. ഓക്സിജൻ വിതരണം അടക്കമുള്ള സംവിധാനങ്ങൾ, അവിടെയുള്ള മറ്റ് യൂണിറ്റുകളുടെ പ്രവർത്തനം, എല്ലാത്തിനും ഈ വൈദ്യുതി വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു മൊബൈൽ ടോർച്ച് തെളിച്ച് OPയിൽ ഇരുന്നു കൊണ്ട് ഡോക്ടർക്ക് പേഷ്യൻസിനെ നോക്കാൻ കഴിയുന്ന ഒരു ഗതികെട്ട സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും ഈ ഇത്തരത്തിൽ 1 മണിക്കൂർ നീണ്ട പവർ ഫെയിലിയർ ആയിരുന്നു OP ബ്ലോക്കിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങളുമായി ചേർന്നത്. കായംകുളം താലൂക്ക് ആശുപത്രിയിലാണ് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായത്. ആശുപത്രിയിൽ പരിശോധന നടത്തേണ്ടി വന്നത് മൊബൈൽ ടോർച്ച് വെളിച്ചത്തിലാണ്. ഡോക്ടർക്ക് 1 മണിക്കൂറിലേറെയാണ് ഇത്തരത്തിൽ വൈദ്യുതി
തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ളൊരു നടപടിയിലേക്ക് കടക്കാനും കഴിഞ്ഞില്ല. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശനാനുമതി വിവാദത്തിൽ ഹൈക്കോടതി ഇന്ന് ചിത്രം കാണും. രാവിലെ 10 മണിക്ക് പാലാരിവട്ടം ലാൽ മീഡിയയിലാണ് കക്ഷികൾക്കൊപ്പം ജസ്റ്റിസ് എൻ നഗരേഷ് സിനിമ കാണുക. സിനിമ കണ്ടതിനു ശേഷം ഹർജികൾ അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം നേരിട്ട് പരിശോധിക്കാനാണ് കോടതിയുടെ തീരുമാനം. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. നവമി, ഒരു പേരിൽ ഇത്തരത്തിൽ വിവാദത്തിൽ കുടുങ്ങിക്കിടക്കുന്ന, പ്രദർശനാനുമതി പോലും ലഭിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. സിനിമാ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധിയിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഇന്നെന്തായാലും ജഡ്ജി തന്നെ ഒരു അസാധാരണ നടപടിയാണ് നേരിട്ട് പോയി ഇങ്ങനെ സിനിമ കണ്ട് അതിനുശേഷം വിലയിരുത്തുക എന്നത്. അതിനുശേഷം എന്തായാലും അനുകൂലമായ ഒരു വിധി പ്രതീക്ഷിക്കുന്നുണ്ട് അണിയറ പ്രവർത്തകർ, അല്ലേ? തീർച്ചയായും ആര്യ, കഴിഞ്ഞ 2 പ്രാവശ്യവും ഈ ഹർജി പരിഗണിക്കുമ്പോൾ സിനിമാ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ അനുകൂലമാകുന്ന ഒരു രീതിയിൽ തന്നെയായിരുന്നു കോടതിയുടെ പരാമർശമൊക്കെ. എന്തുകൊണ്ടാണ് ജാനകി എന്ന പേര് മാറ്റേണ്ടത്? ഇത് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന പേരല്ലേ? ഇതെങ്ങനെയാണ് ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ മാത്രം പേരാകും? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചിരുന്നു. അതിന് ശേഷമാണ് കഴിഞ്ഞ പ്രാവശ്യവും ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഈ സെൻസർ ബോർഡ് നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഈ പേര് മാറ്റണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അതിനിടയിലാണ് ഹൈക്കോടതിയുടെ അസാധാരണമായ നടപടി. ഈ സിനിമ കാണാൻ തന്നെ ജഡ്ജി തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെയാണ് സിനിമ പ്രദർശിപ്പിക്കുക. ആദ്യം ലാൽ മീഡിയ ആണെന്നായിരുന്നു പറഞ്ഞിരുന്നത്, പിന്നീട് അത് സ്ഥലം മാറ്റുകയായിരുന്നു. കളർ പ്ലാനറ്റ്, അവിടെയാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഇത് ഫഹദ് ഫാസിൻ്റെ, ദിലീഷ് പോത്തൻ്റെ ഒക്കെ സ്റ്റുഡിയോയാണ്. അവിടെയാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ജഡ്ജി അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും. അതോടൊപ്പം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരോട് ഇങ്ങോട്ട് വരരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും സിനിമയെ ഏതെങ്കിലും തരത്തിൽ ഇതിനെ സ്വാധീനിക്കാനുള്ളൊരു സാഹചര്യമുണ്ടോ എന്നൊക്കെ ഈ സെൻസർ ബോർഡിന് ആശങ്കയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് വരരുത്, പകരം ജഡ്ജിയും ജഡ്ജിക്കൊപ്പം മറ്റ് 2 പേരും ഉണ്ടാവും. ഈ സെൻസർ ബോർഡിൻ്റെ പ്രതിനിധികൾ, ഒപ്പം ഈ കക്ഷിക്കാരുടെ അഭിഭാഷകൻ, ഇത്രയും പേരായിരിക്കും ഈ സിനിമ കാണുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 10 മണിയോടുകൂടി തന്നെ ജഡ്ജി ഇവിടെ എത്തും. 2.5 മണിക്കൂറാണ് സിനിമയുള്ളത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതിലാണ് ഇനി ഏറെ നിർണായകമായിരിക്കുന്നത്. അതിനുശേഷം ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. എന്തായാലും സിനിമയുടെ അണിയറ പ്രവർത്തകരുമായിട്ടൊക്കെ നമ്മൾ രാവിലെ ബന്ധപ്പെടുമ്പോൾ അവർക്ക് ഏറെ ശുഭാപ്തി വിശ്വാസത്തിലാണ്, പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ജഡ്ജി ഈ സിനിമ കണ്ട് ഈ പേര് മാറ്റില്ല എന്ന നിർദ്ദേശം നൽകുമെന്ന് ഉറച്ചു തന്നെയാണ് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ മേലുള്ള കടന്നുകയറ്റം അത് ഇത്തരത്തിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ ഈ നിലപാട്. കാരണം ജാനകി എന്ന പേര് ഒരു സിനിമ ഒരു നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പേരാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള മതത്തിൻ്റെ പേരിൽ ഒരു സിനിമയിൽ ആ നായികയുടെ പേര് അങ്ങനെ വരാൻ പാടില്ല എന്ന സെൻസർ ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള പിടിവാശി അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സിനിമാ പ്രവർത്തകരടക്കം എടുത്തിരിക്കുന്ന നിലപാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, തിരുവനന്തപുരത്ത് അടക്കം വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുന്ന സാഹചര്യം. അതുകൂടി കണക്കിലെടുത്ത് ഇപ്പോൾ എന്തായാലും ജഡ്ജി സിനിമ കണ്ടതിന് ശേഷം എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിലാണ് നിർണായകം. എന്തായാലും സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് അനുകൂലമാകുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ 10 മണിയോടുകൂടി തന്നെ ജഡ്ജി ഇവിടെ എത്തും. അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അഭിഭാഷകൻ, ഈ സിനിമ പ്രവർത്തകരുടെ അഭിഭാഷകരും ഇവർക്കൊപ്പം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പാലാരിവട്ടത്തുള്ള കളർ പ്ലാനറ്റിലായിരിക്കും ഈ സിനിമ പ്രദർശിപ്പിക്കുക. ആര്യ. യെസ്, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നവമി പറഞ്ഞത്. എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് തന്നെയാണ് സിനിമയെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന മനുഷ്യർക്കൊക്കെയും ഇതിനെ കാണാൻ സാധിക്കുക. അപ്പോൾ അതിനൊരു താക്കീത് നൽകുന്ന തരത്തിലുള്ള, അത്തരത്തിൽ അത് പാടില്ല, ഇവിടെ നടക്കില്ല എന്ന തരത്തിലുള്ള സന്ദേശം നൽകുന്ന ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ, സിനിമയ്ക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകട്ടെ എന്നാണ് സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. എന്തായാലും ജഡ്ജി അല്പസമയത്തിനകം തന്നെ ലാൽ മീഡിയയിലേക്ക് എത്തും. അവിടെ 10 മണിയോടുകൂടി തന്നെ ജഡ്ജി സിനിമ കാണാൻ ആരംഭിക്കും. അതിനുശേഷം ഒരു വിലയിരുത്തൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.